പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനോട് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കാര്യം പറയുന്നുണ്ടായിരുന്നു. ആദർശ് അവരോട് ഇങ്ങനെ വഴക്കിടുന്ന സമയത്ത് കേട്ടോ, ഞങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നടന്നതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് കാര്യം പറയുന്നുണ്ടായിരുന്നു. അനിയാണ് നേരെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അവരെ കാണാനായിട്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്നു. അവിടുന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ ആ റിസോർട്ടിലേക്ക്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫ്രണ്ടാണെങ്കിലും അവിടുത്തെ സ്റ്റാഫാണല്ലോ. അപ്പോൾ അവനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നാളെ എൻ്റെ കല്യാണമല്ലേ, നിങ്ങൾക്ക് ഞാൻ പാർട്ടി ഒന്നും തന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് തരാനാണ് വന്നേ എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ലിക്കർ അകത്തുണ്ടോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറയും. എന്നാ വാന്ന് പറഞ്ഞിട്ട് അനിയാണ് നിർബന്ധിച്ച് അവരൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നാളെ കല്യാണമല്ലേ വേണ്ടാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് അനിയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ സമയത്താണെങ്കിലും അവർക്കും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇതിനാണ് അവൻ വിളിച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പണിയാകുമെന്നൊക്കെ അവർ തമ്മിലിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നെ അനി റൂമിലെത്തിയിട്ട് ഇങ്ങനെ മദ്യമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ മാറി നിൽക്കുന്നില്ല, നിങ്ങൾക്ക് പാർട്ടി തന്നിട്ട് ഞാനും കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് നന്നായിട്ട് എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവർ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നാളെ കല്യാണമല്ലേ, കാരണം അനിയാണെങ്കിൽ മദ്യം ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കഴിക്കേണ്ട ഈ സമയത്ത് എന്നൊക്കെ പറയുമ്പോഴും അനി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അനി അങ്ങ് എടുത്ത് കഴിക്കുകയാണ്. അവർ കുറേ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്, പക്ഷേ അനി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ്, കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്കിന്ന് ലഹരിയിൽ മുങ്ങി താഴണം, എല്ലാം മറക്കണം എന്നൊക്കെ പറയാണ്. പിന്നീട് അവരോട് പറയുന്നുണ്ടായിരുന്നു, അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ് എന്നുള്ളത് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അനി വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇതിപ്പോൾ വലിയ പണിയാവുമല്ലോ എന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനിയാണെങ്കിൽ നിർത്താതെ വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആദർശിനോട് അവർ തുറന്നു പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അനിയുടെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ആരാന്ന് അവർ പറയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ നയന ചേച്ചിക്ക് അറിയാമെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ഫ്രണ്ട്സാണ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ, ഇതൊക്കെ ആദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് അങ്ങനെ പറയാനായിട്ട് ശ്രമിച്ചതാണ്, പക്ഷേ നയന ചേച്ചിയാണ് ഞങ്ങളെ തടഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ നയനയോടും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, നീ എന്താ എന്നോട് പറയാതിരുന്നത്, നിനക്കറിയോ അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും അനീനെ ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ, എന്നിട്ട് ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് മോര് കിട്ടുമെന്ന് ചോദിക്കട്ടോ. അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ ഫ്രണ്ടാണെങ്കിലും. പിന്നീട് അനീനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഇപ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ. നന്ദു ആണെങ്കിലും ഇങ്ങനെ ഉറക്കം വരാതെ അവിടെ തന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മോരൊക്കെ കൊണ്ടുവന്ന് എനിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നീട് അനീനെ ഒന്ന് കുളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അനീനെ കുറേ വഴക്കും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികമൊന്നും കുടിച്ചിട്ടില്ല, അപ്പോൾ അനി ആദ്യമായിട്ട് കുടിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്നൊക്കെ ഫ്രണ്ട്സ് പറയുകയാണ്. പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങളൊക്കെ എല്ലാം തുറന്നു പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒന്നും മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നയന ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനീനെ കുളിപ്പിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ടവലൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ടവലൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നീട് അനീനെ കുളിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് അങ്ങ് റെഡി ആവുന്നില്ല കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും റെഡി ആവുന്നില്ലല്ലോ ഇവൻ എന്നിങ്ങനെ പറയുമ്പോൾ, അത് ഇങ്ങനെ ആദ്യമായിട്ട് കുടിച്ചതിൻ്റെയാണ്, കാരണം അത്ര അധികമൊന്നും കുടിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവർ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുകയാണ് കേട്ടോ. പിന്നീട് ആദർശ് ഇങ്ങനെ എനിക്ക് ഡ്രസ്സ് മാറിക്കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് നയനേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളെ കുറ്റക്കാരാക്കിയല്ലോ എന്ന് അനീനോട് ഇങ്ങനെ അവർ പറയുന്ന സമയത്ത്, ഒന്ന് പോടാ അവിടെ നിന്ന് ഇങ്ങനെ അനി ഇങ്ങനെ ലക്കില്ലാതെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നയനേനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്, അനി സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നയന ഒന്ന് പറയാനായിട്ട് മടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാനിങ്ങനെ ആദർശേട്ടനോട് ഈ കാര്യങ്ങൾ മറച്ചു വെക്കണമെന്ന് വിചാരിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശിന് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയുമെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, അനിയുടെ മനസ്സിലുള്ളത് എൻ്റെ അനിയത്തി നന്ദു ആണെന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ആദർശിന് ആകെ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവരിങ്ങനെ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, എപ്പോഴും അവരുടെ ബന്ധം അതിൻ്റെ അപ്പുറത്തേക്ക് വളർന്നു. അങ്ങനെ ആദർശമായിട്ട് ഇടയ്ക്ക് നന്ദുവിനോട് ചോദിച്ചില്ലായിരുന്നോ പ്രേമനൈരാശ്യം ഉണ്ടോയെന്ന്. അത് ശരിയാണ്, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ട് മരുമക്കളും ഇപ്പോൾ ആ വീട്ടിലെ പുറമ്പോക്കാണ്, ഇനി അതിൻ്റെ കൂട്ടത്തിൽ നന്ദുവിനും കൂടെ അങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ നന്ദുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനീനെ മറക്കണം, അതുപോലെ തന്നെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ അനി ചോദിച്ചാൽ ഇങ്ങനെ ഒരു സുഹൃത്താണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പറയും, ഞാൻ ചെയ്തത് 100% ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും അല്ല എന്ന് പറയട്ടോ. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക്
നന്ദും അനിയും കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ബൈക്കിൽ പോകുന്നതും എല്ലാം അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ആദർശാണെങ്കിലും നയനേനെയാണ് കേട്ടോ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പം തന്നെ അവൻ ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള അനിയനല്ലേ എനിക്ക് ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എപ്പോഴും അവൻ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം, എനിക്കതാണ് ആവശ്യം എന്നൊക്കെ പറയാണ് കേട്ടോ. നന്ദും അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എന്നോടും തുറന്നു പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, നിന്നെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെ നയനേനോട് പറയാണ് കേട്ടോ. അവനും എന്നോട് എല്ലാം തുറന്നു പറയായിരുന്നു, എപ്പോഴാണ് അവൻ ഇങ്ങനെ മാറിപ്പോയത് എന്നൊക്കെ പറയാൻ കേട്ടോ. സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഇങ്ങനെ അടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നൈനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ഇളയമ്മ എപ്പോഴോ ഈ സത്യം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളയമ്മയാണെങ്കിലും എന്നെ ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ബന്ധം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ ആദർശിനോട് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശ് ഇങ്ങനെ അനിയും നന്ദും സ്നേഹിക്കുന്നത് കാരണം അവരെ തമ്മിലുള്ള ബന്ധം നടക്കണം എന്ന് തന്നെയാണ് കേട്ടോ ആദർശ് പറയുന്നത്. അപ്പോൾ നൈനിക്കാണെങ്കിൽ അതിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനം വേണം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീട്ടിലെല്ലാവരും ഈ ബന്ധത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരിയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന ഇങ്ങനെ പേടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ നയനയോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു ശത്രുക്കളെ പോലെയായിരുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ നമ്മൾ രണ്ടുപേരും അതിന് കല്യാണത്തിന് മുന്നേ സ്നേഹിച്ചിരുന്നെങ്കിൽ ആര് എന്തൊക്കെ പറഞ്ഞാലും ആരെ എതിർത്താലും നമ്മൾ തമ്മിലുള്ള കല്യാണം മാത്രമേ നടക്കുമായിരുന്നുള്ളൂ. സ്നേഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയാം കേട്ടോ. അതുപോലെ തന്നെ നന്ദുവിനെ അവൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൻ നന്ദുവിനെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചത്. ഇപ്പം തന്നെ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നടന്നാൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അവൻ്റെ സന്തോഷമാണ് വലുത് എന്നൊക്കെ ഇങ്ങനെ നൈനയോട് പറയാൻ കേട്ടോ. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലെല്ലാവരും അറിഞ്ഞാലും നൈനേനെയും അവളുടെ വീട്ടുകാരെയൊക്കെ തന്നെയാണല്ലോ കുറ്റപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ നൈനയോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളെല്ലാം ആ സമയത്ത് തന്നെ പറയണം, ഇങ്ങനെ മറച്ചു വയ്ക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നൈനിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം അനിക്കാണെങ്കിലും ഒട്ടും ശരിയാവുന്നില്ല കേട്ടോ. അനിയാണെങ്കിലും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശാണെങ്കിലും അകത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അനീനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ആദർശേട്ടൻ വന്നത് നന്നായി എന്നൊക്കെ തന്നെയാണ് കേട്ടോ അവരിങ്ങനെ പറയുകയും ചെയ്യുന്നപ്പോഴേക്കും അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീയൊക്കെ എന്ത് ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം കുറ്റപ്പെടുത്താണ്. ഇവനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ നീയല്ലേ ഇങ്ങനെ എന്നോട് വന്ന കാര്യങ്ങൾ പറയേണ്ടത്, മറ്റാരും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയാനൊക്കെ ശ്രമിച്ചതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നയന ചേച്ചിയാണ് അത് തടഞ്ഞതെന്ന് പറയും. അപ്പോൾ എന്തായാലും അനിയാണെങ്കിൽ ഒട്ടും ശരിയായിട്ടില്ല കേട്ടോ. അനീനെ അവിടുന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് പറയും, അധികമൊന്നും കഴിച്ചില്ല, ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടാണെന്ന് പറയും. പിന്നെ അവിടുന്ന് അനീനെ താങ്ങി പിടിച്ചിട്ട് ആദർശ് പുറത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അവർ വീട്ടിലേക്ക് പോകാനുള്ള ഇതാണ്, ചെന്ന് കാറിൽ കൊണ്ടുപോയി കിടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശാണെങ്കിലും. എന്നിട്ട് ഫ്രണ്ട്സിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തോടുകൂടി ഈ പരിപാടി നിർത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനി ഞങ്ങൾ ഒന്നിനുമില്ല ആദർശേട്ടാ, അവൻ വന്നപ്പോൾ ഞങ്ങൾക്ക് പാർട്ടി തരാനാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, ഇത്രയും വിചാരിച്ചില്ല. ഇവിടെ വന്ന ശേഷമാണ് അവൻ്റെ മട്ടും ഭാവമൊക്കെ മാറിയതെന്ന് പറയും കേട്ടോ. പിന്നീട് അവരോട് അതൊക്കെ പറഞ്ഞിട്ട് ആദർശും നയനയും കൂടെ വണ്ടിയിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അവർ ഫ്രണ്ട്സ് നിന്നിട്ടാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നാളെ കല്യാണം നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വഴി കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ നാളെ കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും കാര്യങ്ങളൊക്കെ അറിയേണ്ട ആൾ തന്നെ അറിഞ്ഞല്ലോ എന്ന് അവരിങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനും അനിക്കും ഇഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് അവർക്കറിയാലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അറിയേണ്ട ആൾ എല്ലാം അറിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നടക്കാൻ പാടില്ലാത്ത ബന്ധത്തിന് സാക്ഷിയാവേണ്ടി വരില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് ആദർശ് ഇങ്ങനെ വീട്ടിലേക്കൊന്നല്ല പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, വീട്ടിലേക്കല്ലേ എന്ന് ചോദിക്കും കേട്ടോ. ഇപ്പം തന്നെ സമയം 2 മണിയായി, നാളെ കല്യാണത്തിന് പോകേണ്ടതല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും ആ ബന്ധം നടക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദർശ് അത് തുറന്ന് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇന്നത്തോടു കൂടി ഇങ്ങനെ എല്ലാവരും അറിയണം, അതിന് മുന്നേ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് വണ്ടി ഓടിക്കുന്നത്. എവിടേക്കാണ് പോകുന്നത് എന്നൊന്നും പറയുകയൊന്നും ചെയ്യുന്നില്ല. ഒരുത്തൻ കിടക്കുന്നത് കണ്ടില്ലേ ബാക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അനീനെ ഇങ്ങനെ ഇതാക്കി പറയുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിൽ അപ്പോഴും അവിടെ ഒന്നും റെഡി ആവാതെ തന്നെയാണ് കേട്ടോ അവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദർശ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മുത്തശ്ശനെ കാണാൻ വന്നതാണോ എന്ന് അതിനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ആദർശ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ വാഴക്കല്യാണം നടത്തിയോണ്ടൊന്നും ആ ദോഷമൊന്നും മാറില്ല, ഇനിയിപ്പോൾ മുത്തശ്ശനും എല്ലാം അറിയണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങനെ എന്നോട് പറയുകയും ചെയ്യുന്നത്. ആദർശ് എന്തായാലും അങ്ങനെ
രണ്ടും കൽപ്പിച്ചാണ് എല്ലാവരെയും അറിയിക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ് കേട്ടോ. പിന്നീട് എന്തായാലും നീ വാന്ന് പറഞ്ഞിട്ട് നയനിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് ഡോക്ടറോടാണ് കേട്ടോ ആദ്യം അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നിർബന്ധമായിട്ടും പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറ് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഇനിയിപ്പോൾ നാളെ കല്യാണത്തിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും അങ്ങനെ സാറ് കേൾക്കുന്നില്ല, സാർ എന്തായാലും നാളെ കൊച്ചുമോൻ്റെ കല്യാണത്തിന് വരാനായിട്ട് നിൽക്കുകയാണ്, ഇപ്പം എന്തായാലും ICUവിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഞാൻ സമ്മതിച്ചില്ലെങ്കിലും ICUവിൽ കിടക്കുന്ന ആൾ കൊച്ചുമോൻ്റെ കല്യാണത്തിന് അവിടെ ഉണ്ടാവും, അങ്ങനെയുള്ള സമയത്ത് കല്യാണം നടക്കാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, അങ്ങനെ മുത്തശ്ശനോടൊന്ന് പറയാണ് കേട്ടോ. മൂർത്തി സാറാണെങ്കിലും ഇങ്ങനെ വാക്കിന് വില കൽപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കുന്നതായിരിക്കും നല്ലത്, ഒരിക്കലും കല്യാണം നടക്കില്ല എന്ന് അദ്ദേഹത്തിനോട് ഇപ്പോൾ പറയാൻ പാടില്ല, ഇനിയിപ്പോൾ നാളെ കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ വിളിച്ചറിയിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശ് പിന്നെ മുത്തശ്ശനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പറ്റില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ അവർ മുത്തശ്ശനോട് കാര്യം പറയണ്ടെന്ന് തീരുമാനിച്ചിട്ട് അവിടുന്ന് പോവാണ്. പിന്നീട് ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വീട്ടിലെത്തിയിട്ട് സാറിനെ വിളിച്ചോളാം എന്ന് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലാരും അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട, നാളെ കല്യാണം നടക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴും ആദർശ് അതിന് സമ്മതിക്കുന്നില്ല, എനിക്ക് അനീനെ ഇങ്ങനെ കണ്ടാൽ പോരാ, അവൻ ജീവിതകാലം മുഴുവൻ നല്ല സന്തോഷത്തിൽ കഴിയണം, എനിക്ക് നന്ദുവിനെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നവ്യെ എന്നെപ്പോലെ ഒരുത്തിയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ബന്ധത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു, നന്ദു അത്രയ്ക്കും നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെയാണ് അനിയ ഇങ്ങനെ അവളെ സ്നേഹിച്ചത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം എന്തായാലും എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് ഇളയച്ചനോടും ഇളയമ്മേനോടൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കണം, അവരുടെ മോനല്ലേ, അപ്പോൾ അവർ ഒരു തീരുമാനം എടുക്കണ്ടേ എന്നുള്ള രീതിയിലാണ് കേട്ടോ ആദർശ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിൽ ചിലരുണ്ടല്ലോ, അവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നൈനിയാണെങ്കിലും ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.